Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് സമയം മസാല വഴറ്റിയിട്ടും അങ്ങനെയൊന്നും നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ടൈം കളയേണ്ടതില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ആപ്പിളിന് കളർ എടുക്കുക, കൊടുത്ത കാണട്ടെ. അല്ലെന്ന് വെള്ളിയാഴ്ച അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. ഇന്നെന്താ സ്പെഷ്യൽ? എന്താ വെള്ളിയാഴ്ചയാണ്, എന്താ സ്പെഷ്യൽ? ബിരിയാണിയോ നെയ്ച്ചോറോ? സാധാരണ അതുണ്ടാവില്ലല്ലേ. നമ്മൾ ഇന്നാളൊരു ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞല്ലോ, അതേതെങ്കിലും? ചിക്കൻ പറുദീസ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ? നമ്മൾ കുറേ ദിവസമായില്ലേ പറഞ്ഞില്ലേ ചിക്കൻ പറുദീസ ഉണ്ടാക്കണം. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾ ചിക്കൻ പറുദീസ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ചിക്കൻ പറുദീസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ്യൂനട്ട് ആദ്യം തന്നെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15-20ഓളം ക്യാഷ്യൂനട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ആദ്യം തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചാൽ നമ്മൾ ബാക്കിയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് സോക്കായിക്കോളും. പിന്നെ നമുക്ക് ഒരു ഫുൾ ചിക്കനാണ് വേണ്ടത്. അപ്പം 1 കിലോയിൽ കുറഞ്ഞ ചിക്കൻ എടുക്കുക കേട്ടോ. കാരണം നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് കുക്കായി കിട്ടണമെങ്കിൽ ഒരുപാട് വലിയ ചിക്കൻ എടുക്കാതിരിക്കുന്നതാവും നല്ലത്. അപ്പോൾ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ തേച്ച് കൊടുക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്കിതിലേക്കുള്ളൊരു മാരിനേഷൻ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്കൊരു വലിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടെ ഉള്ളത്. ക്രഷ് ചെയ്തെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കൈപ്പിടി അങ്ങനെ ഉണ്ട് കേട്ടോ, അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് കുറവായിട്ട് പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാല, പിന്നെ 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും, ഇത്രയും പൊടികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ചിക്കനിലേക്കുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലെമൺ ജ്യൂസിന് പകരമായിട്ട് തൈരോ വിനാഗിരിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ പറുദീസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പാത്രം പിറക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ
ഒരുപാട് സമയം മസാലയൊക്കെ റെഡിയാക്കി ആ ഒരു പ്രശ്നമൊന്നും ഈ ഒരു ചിക്കൻ പർദീസ് ഉണ്ടാക്കുമ്പോൾ വരുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇപ്പം ഓയിൽ കുറച്ച് അധികം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ഇനിയിപ്പം വേറെ ഓയിലൊന്നും ഒഴിക്കണില്ല. ഇതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പം ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മാരിനേഷനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുക. ഇനിയിപ്പം ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. എന്തായാലും 4 മണിക്കൂർ എന്തായാലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇതാ ഫുൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. മിനിമം ഒരു 4 മണിക്കൂർ വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ ഒരു 5 മണിക്കൂറിൽ കൂടുതൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഇനി ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അരമണിക്കൂറൊക്കെ ആകുമ്പോഴത്തേന് തന്നെ കാഷ്യൂനട്ടൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ടാവും. അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒരുപാടായാൽ അത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു 2 കാലും കൂടെ കൂട്ടിയിട്ട് നൂല് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കെട്ടിക്കൊടുത്തത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ കെട്ടിക്കൊടുത്താൽ നമുക്ക് ചിക്കൻ ഇതേപോലെ സിമ്പിളായിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും. ചിക്കൻ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ ആ ഒരു അടിഭാഗത്തുള്ള മസാലയൊക്കെ നമുക്ക് ചിക്കൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരമണിക്കൂറും കൂടെ ഒന്ന് വേവിക്കേണ്ടി വരും കേട്ടോ. ഇതേപോലെ 15 മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ സൈസിനനുസരിച്ചിട്ട് കുക്കായി കിട്ടാനുള്ള ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം 1 കിലോയുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ആ ഒരു കാഷ്യൂനട്ട് പേസ്റ്റ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഇപ്പം എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ഐറ്റം അല്ലല്ലോ. കാഷ്യൂനട്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്തെടുത്തിട്ട് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്താൽ മതി. കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ പിന്നെ അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ മസാലയും ചിക്കനും കാഷ്യൂനട്ട് പേസ്റ്റും എല്ലാം കൂടെ ഒന്ന് കമ്പൈനായി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു അടിഭാഗത്തുള്ള മസാലയൊക്കെ പറ്റുന്ന പോലെ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പർദീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പത്തിരി, പൊറോട്ട, ചപ്പാത്തി, പിന്നെ നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. അപ്പം എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ പർദീസ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്